ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് മാർച്ച് മാസം 7-ാം തീയതി ഈ രാവിലെ സമയം എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് വേണ്ടി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 13-ാമത്തെ അധ്യായമാണ്. 12-ാമത്തെ അധ്യായം നാം കഴിഞ്ഞ ദിവസം കേട്ടു. പെസഹ കുഞ്ഞാടിൻ്റെ രക്തത്താൽ ദൈവം തൻ്റെ ജനത്തെ വിടുവിച്ചതായിരിക്കുന്ന ചരിത്രമാണ് 12-ാമത്തെ അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത്. 13-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ മറക്കുവാൻ പാടില്ലാത്തതായിരിക്കുന്ന ആ സംഭവത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന ഓർമ്മക്കുറിപ്പുകൾ ഇസ്രായേൽ മക്കൾക്ക് ദൈവം നൽകുകയാണ്. ദൈവം അവരോട് പറഞ്ഞു, പെസഹ ആണ്ടുതോറും നിങ്ങൾ ആചരിക്കണം. അത് ആചരിക്കുമ്പോൾ അത് മാത്രം പോരാ, പെസഹയോട് ചേർന്ന് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഒരു പെരുന്നാളും നിങ്ങൾ ആചരിക്കണം. 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ ആചരിച്ച ശേഷം വേണം നിങ്ങൾ പെസഹ ആചരിക്കുവാനായിട്ട്. പുളിപ്പില്ലാത്ത അപ്പം എന്താണ് നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത്? പാപമില്ലാത്ത വിശുദ്ധിയുള്ളതായിരിക്കും നമ്മുടെ ജീവിതം. കർത്താവിൻ്റെ മരണത്തെ എൻ്റെ സൂചനയാണല്ലോ പെസഹ. നമ്മുടെ പെസഹ കുഞ്ഞാട് ഉറക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തുവിനെ എന്ന് നാം കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ നാമും നമ്മുടെ പെസഹ ആചരിക്കുന്നതായിരിക്കുന്ന സമയത്ത് ഓർക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യം, ഇസ്രായേൽ മക്കളോട് 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നണമെന്ന് പറഞ്ഞതുപോലെ ആഴ്ചയുടെ 7 ദിവസവും വിശുദ്ധരായി ജീവിച്ച ശേഷം വേണം നാമും നമ്മുടെ പെസഹ ആചരിക്കുവാനായിട്ട്. അത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്. മിസ്രൈമിലെ ആദ്യജാതന്മാരെ എല്ലാം കൊല ചെയ്തിട്ടാണ് ദൈവം ഇസ്രായേൽ മക്കളുടെ ആദ്യജാതന്മാരെയും അവരുടെ കുടുംബങ്ങളെയും രക്ഷിച്ചത്. ചിലരിങ്ങനെ ചോദിക്കാറുണ്ട്, ആ ആദ്യജാതന്മാരെ എല്ലാം കൊന്നത് തെറ്റല്ലേ എന്ന്. അങ്ങനെ ദൈവം ചെയ്യുമോ? എന്താ ആദ്യജാതന്മാരെന്ത് തെറ്റ് ചെയ്തു? അത് പറയാം. മോശെ ജനിച്ചതായിരിക്കുന്ന കാലത്തെ സംഭവം നമുക്കറിയാമല്ലോ. ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ മുഴുവനും നൈൽ നദിയിലെ ചീങ്കണ്ണികൾക്ക് എറിഞ്ഞു കൊടുക്കണമെന്നായിരുന്നു ഫറവോൻ്റെ കൽപ്പന. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ജനിച്ചതായിരിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ മുഴുവനും എറിഞ്ഞു കൊടുത്ത് കൊല്ലുവാൻ തക്കവണ്ണം കൽപ്പിച്ചതായിരിക്കുന്ന ഫറവോൻ്റെ ആദ്യജാതന്മാരെ മാത്രം ഒരു കാലഘട്ടത്തിൽ ദൈവം അവരെ കൊന്ന് ഇസ്രായേൽ മക്കളെ രക്ഷിച്ചെങ്കിൽ അതിലെന്താ അനീതി? ഫറവോൻ കൊന്ന ആദ്യജാതന്മാരെ മാത്രമല്ലല്ലോ, ജനിച്ച എല്ലാ ആൺകുഞ്ഞുങ്ങളെയും അല്ലേ. ദൈവം കൊന്നത് ആദ്യജാതന്മാരെ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ആദ്യജാതന്മാരെ മാത്രമല്ല, നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്. ചെങ്കടൽ താണുപോയത് ആദ്യജാതന്മാർ മാത്രമല്ല, ഫറവോൻ്റെ ശക്തന്മാരായ സൈന്യങ്ങളാണ്. ആ സൈന്യങ്ങൾ ചെങ്കടൽ താണപ്പോൾ അവർ ഓർക്കേണ്ടതായിരിക്കുന്നൊരു കാര്യമുണ്ട്. എന്താണത്? അവർ താണതുപോലെ ആയിരുന്നു ഇസ്രായേൽ മക്കളുടെ കുഞ്ഞുങ്ങളെ അന്ന് നൈൽ നദിയിൽ എറിഞ്ഞു കൊടുത്തപ്പോൾ ചീങ്കണ്ണികളെ കൊത്തി വലിച്ച് താഴ്ത്തിയത്. ദൈവനീതിയുള്ളവനാണ്. കൊടുത്താൽ കൊല്ലത്ത് കിട്ടുമെന്ന് നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്. പാപത്തോടെ നാം കളിച്ചാൽ പാപം നമ്മെ നശിപ്പിക്കുന്ന ഒരു ദിവസം വരും, യാതൊരു സംശയവുമില്ല. കാരണം പാപത്തോട് നാം കളിക്കുമ്പോൾ ദൈവത്തോടാണ് നാം കളിക്കുന്നത്. ദൈവം ദീർഘക്ഷമയുള്ളവനാണ് എങ്കിലും പാപത്തിന് നേരെ കണ്ണടയ്ക്കുന്നവനല്ല. അപ്പോൾ മിസ്രൈമിൽ കടിഞ്ഞൂൽ സംഹാരം നടത്തിയ ദൈവം ഇസ്രായേലിലെ കടിഞ്ഞൂലുകളെയെല്ലാം തനിക്ക് വേണ്ടി വേർതിരിക്കുവാനാണ് കൽപ്പിച്ചത്. അങ്ങനെയാണ് പറഞ്ഞത്, ഇന്നു മുതൽ ഇസ്രായേൽ മക്കളുടെ കടിഞ്ഞൂലുകളെല്ലാം എനിക്കുള്ളതാണ്, ആദ്യജാതന്മാർ യഹോവയ്ക്കുള്ളതാകുന്നു എന്നൊരു പ്രമാണം ഇസ്രായേലിൽ അങ്ങനെ നടപ്പാക്കി. അതുകൊണ്ട് ആദ്യജാതന്മാരെ വീണ്ടെടുക്കുവാനായിട്ട് അവർക്ക് വേണ്ടി ഒരു യാഗം കഴിക്കേണ്ടത് ആവശ്യമായിരുന്നു. ആണിനെ യഹോവയ്ക്കായി വീണ്ടുകൊള്ളണം, ശുദ്ധിയുള്ള ജന്തുക്കളുടെ കടിഞ്ഞൂലുകളെയും യഹോവയ്ക്ക് വേണ്ടി അർപ്പിക്കണമെന്നാണ് നിയമം തന്നത്. തലമുറകളെ നന്നാക്കുവാനായിട്ട് അമ്മയപ്പന്മാർ യഹോവയുടെ പ്രവൃത്തികളെക്കുറിച്ച് അവരുടെ മക്കളോട് പറയണം എന്ന് ദൈവം പറഞ്ഞു. നിങ്ങളുടെ മക്കളോട് നിങ്ങളുടെ മിസ്രൈമിൽ സംഭവിച്ചത് എന്താണെന്ന് പറയണം. ദൈവം ഇസ്രായേൽ മക്കളുടെ ആദ്യജാതന്മാരെ വിടുവിച്ചത് എങ്ങനെയാണ്? ഒരു പെസഹ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടാണ്. ആ കഥ, ആ ചരിത്രം ഇസ്രായേൽ മക്കളുടെ പിതാക്കന്മാർ അവരുടെ മക്കളെ പറഞ്ഞറിയിക്കണം. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്നും അങ്ങനെ തന്നെയാണ്. നമ്മുടെ മക്കൾ നന്നാകണമെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള പ്രവൃത്തികളെക്കുറിച്ച് അവരോട് സംസാരിക്കണം. ദൈവം സഭയുടെ ചരിത്രത്തിൽ ചെയ്തിട്ടുള്ള പ്രവൃത്തികളെക്കുറിച്ച് പറയണം. ലോകത്തിൻ്റെ ചരിത്രത്തിൽ ദൈവം ചെയ്തിട്ടുള്ള പ്രവൃത്തികളെക്കുറിച്ച് പറയണം. നമ്മുടെ ദൈവം വലിയ ദൈവമാണ്. അവൻ ധാരാളം പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അവൻ ധാരാളം നന്മകൾ തന്നിട്ടുണ്ട്. അതേക്കുറിച്ച് നിശബ്ദരായിരിക്കുവാനല്ല, ആ കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ മക്കളോട് നമ്മൾ പറയണം. അപ്പോൾ ഇസ്രായേൽ മക്കൾ അവരുടെ തലമുറകളോട്, വരും തലമുറകളോട് ദൈവം ഇസ്രായേലിൽ നിന്നും അവരെ വിടുവിച്ചതിൻ്റെ ചരിത്രം ഓർമ്മിപ്പിക്കുന്ന പെസഹ പെരുന്നാൾ അത് തലമുറകളായിട്ട് കൊണ്ടാടുകയും പിതാക്കന്മാർ അവരുടെ മക്കളോട് ദൈവം എന്താണ് ചെയ്തതെന്ന് വിശദീകരിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നാമും നമ്മുടെ മക്കളോട് ദൈവം നമുക്ക് വേണ്ടി ചെയ്ത വലിയ കാര്യങ്ങൾ വിശദീകരിക്കുകയും അവർ ദൈവത്തെ അറിയുവാൻ തക്കവണ്ണം ഇടയാക്കുകയും ചെയ്യേണ്ടതാണ്. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ.